പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ ഫോക്കസ് പോയിൻ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്ററാണ്. അതിൽ തന്നെ ഫോക്കസ് പോയിന്റിൽ കുറച്ച് കാര്യങ്ങളാണുള്ളത്. നോക്കൂ, ഈ ചാപ്റ്ററിന് ഫോക്കസ് പോയിന്റിൽ വന്ന കാര്യങ്ങൾ: ഒന്ന്, ഓക്സിഡേഷൻ നമ്പർ ഡിഫൈൻ ചെയ്യാൻ പറയുന്നു. രണ്ട്, ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. മൂന്നാമത്തത്, ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ഈ ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷനിൽ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് മതി എന്ന് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിന് ഫോക്കസ് പോയിന്റിലുള്ളത്. നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇതിൽ ഈ റിഡോക്സ് റിയാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഓക്സിഡേഷൻ നമ്പർ പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഓക്സിഡേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം, റിഡക്ഷൻ എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ഓക്സിഡേഷൻ, അതേപോലെ റിഡക്ഷൻ. ദെൻ ഇനി ആദ്യത്തെ ഒരു കോൺസെപ്റ്റ്, PbO പ്ലസ് കാർബൺ, യു വിൽ ഗെറ്റ് Pb പ്ലസ് കാർബൺ മോണോക്സൈഡ്. ഒരു റിയാക്ഷനാണ്. ഇവിടെ കാർബൺ കൺവേർട്ടഡ് ടു കാർബൺ മോണോക്സൈഡ്, ഓക്സിജൻ ആഡ് ചെയ്യാണ്. അതുകൊണ്ട് ഈ റിയാക്ഷൻ ഓക്സിഡേഷനാണ്. ഇതേപോലെ PbO Pb ആയിട്ട് മാറുമ്പോൾ ദെൻ ഇത് റിഡക്ഷനാണ്. റിഡക്ഷൻ, ഇവിടെ ഓക്സിജൻ ആഡ് ചെയ്യുന്നത് ഓക്സിഡേഷൻ ആണെങ്കിൽ ഓക്സിജൻ റിമൂവ് ചെയ്യുന്നത് റിഡക്ഷനാണ്. അപ്പോൾ ഈ കാര്യം പഠിച്ചേക്കുക. ഓക്സിജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സ് ഓക്സിഡേഷൻ, ഓക്സിജൻ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? റിഡക്ഷൻ. ഇതേപോലെ ദെൻ H2S പ്ലസ് ക്ലോറിൻ, യു വിൽ ഗെറ്റ് ദി പ്രോഡക്റ്റ് 2HCl പ്ലസ് സൾഫർ. ഇവിടെ ദെൻ ക്ലോറിൻ കൺവേർട്ടഡ് ടു HCl, H2S കൺവേർട്ടഡ് ടു സൾഫർ. ദെൻ H2S നിന്ന് ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ റിയാക്ഷൻ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയും. ഇതേപോലെ ക്ലോറിനിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നുണ്ട്. ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കും റിഡക്ഷൻ എന്ന് വിളിക്കും. റിഡക്ഷൻ. അപ്പോൾ നോക്കിയേക്ക്, എന്താ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞു പോകാമെന്ന് മാത്രം. ഒന്നെങ്കിൽ ഓക്സിജൻ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുക. എന്താണ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവൽ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. ഇതാണ് ഓക്സിഡേഷനും റിഡക്ഷനും പഴയ കോൺസെപ്റ്റ്, ക്ലാസിക്കൽ കോൺസെപ്റ്റ്. ഇനി അടുത്തത് ഇലക്ട്രോണിക് കോൺസെപ്റ്റ് ഉണ്ട്, അതുകൂടി ജസ്റ്റ് പറയാം. ഇവിടെ നോക്കൂ, സിങ്ക് 2+ ആയിട്ട് മാറുമ്പോൾ എങ്ങനെ സിങ്ക് 2+ ആവുന്നത്? 2 ഇലക്ട്രോണിന്റെ ലോസ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. വേണമെങ്കിൽ എക്സാമ്പിൾ, ഇപ്പം ലിഥിയം അറ്റോമിക് നമ്പർ 3, ലിഥിയത്തിന്റെ ന്യൂക്ലിയസിൽ 3 പ്രോട്ടോൺ, K ഷെല്ലിൽ 2 ഇലക്ട്രോൺ, L ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ഇതിപ്പോൾ ലിഥിയം ന്യൂട്രൽ ആണ്. ഈ ഇലക്ട്രോണിനെ ഇവിടുന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? 3 പ്ലസും 2 മൈനസും ഒരു അഡീഷണൽ പോസിറ്റീവ് ചാർജ് എക്സ്ട്രാ വന്നു. ഇതാണ് Li+. അപ്പോൾ 2 ഇലക്ട്രോൺ ഒഴിവാക്കിയാലോ Li2+. അപ്പോൾ സിങ്ക് 2 ഇലക്ട്രോണിന്റെ ലോസ്, സിങ്ക് 2+. ഈ റിയാക്ഷനിൽ ഇലക്ട്രോണിന്റെ ലോസ് ഉണ്ട്. ഈ റിയാക്ഷൻ നമ്മൾ പേര് പറയും ഓക്സിഡേഷൻ. ഇലക്ട്രോണിന്റെ ലോസ് വരികയാണെങ്കിൽ ആ റിയാക്ഷൻ ഓക്സിഡേഷൻ. അതേസമയം Cu2+ പ്ലസ് 2 ഇലക്ട്രോൺ വിൽ ഗീവ് Cu. ഈ റിയാക്ഷനിൽ ഇലക്ട്രോണിന്റെ ഗെയിൻ ഉണ്ട്. ആ റിയാക്ഷനെ പറയുന്ന പേര് റിഡക്ഷൻ. എന്താ ഇപ്പോൾ ഇലക്ട്രോണിക് കോൺസെപ്റ്റ്സിൽ എന്താ പറയുന്നത്? ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ ആണെങ്കിൽ ഗെയിൻ ഓഫ് ഇലക്ട്രോണിനെ നമ്മൾ എന്ത് പേര് പറയും? റിഡക്ഷൻ എന്ന് പറയും. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ, ഗെയിൻ ഓഫ് ഇലക്ട്രോണിനെ നമ്മൾ റിഡക്ഷൻ എന്ന് പറയും. ക്ലിയർ അല്ലേ ഈ പറഞ്ഞത്? ഇനിയാണ് നമ്മൾ ഫോക്കസ് പോയിന്റിൽ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരുന്നത്, ഓക്സിഡേഷൻ നമ്പർ. എന്താണ് ഓക്സിഡേഷൻ നമ്പർ? ഓക്സീകരണാവസ്ഥ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നോക്കൂ, സോഡിയം ക്ലോറൈഡ് NaCl, ഇതിൽ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1. അപ്പോൾ ചിലർക്ക് തോന്നാം, ദെൻ സോഡിയം ബോണ്ട് ഉണ്ടാക്കുമ്പോൾ ഔട്ടർ മോഷനിൽ 1 ഇലക്ട്രോൺ, ദെൻ ക്ലോറിൻ്റെ ഔട്ടർ മോഷനിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. സോഡിയം ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു, ദെൻ ക്ലോറിൻ അതിനെ വാങ്ങുന്നു. അപ്പോൾ Na+ അയോണും Cl- അയോണും ഫോം ചെയ്തു. അയോണിക് ബോണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ലോസ് എത്ര ഉണ്ട്, ഇലക്ട്രോണിന്റെ ഗെയിൻ എത്ര ഉണ്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, HCl ഉണ്ട്. ദെൻ ഈ ബോണ്ട് എങ്ങനെ ഫോം ചെയ്തത്? ഹൈഡ്രജന്റെ ഔട്ടർ മോഷനിൽ ഇലക്ട്രോൺ, ക്ലോറിന്റെ ഔട്ടർ മോഷനിൽ 7 ഇലക്ട്രോൺ. ഇവർ ബോണ്ട് ഷെയർ ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ ലോസും ഗെയിനും ഇല്ലല്ലോ. പക്ഷേ ദെൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുമ്പോൾ ഹൈഡ്രജന് +1 ക്ലോറിന് -1 പറയും. എങ്ങനെ നമ്മളത് പറയുന്നത്? ഇവിടെ നോക്കൂ, നമ്മൾ ഈ ബോണ്ട് അയോണിക് അല്ല, പക്ഷെ അയോണിക് ആണെന്ന് കൺസിഡർ ചെയ്യണം. എങ്ങനെ കൺസിഡർ ചെയ്യുക? ഈ 2 ഇലക്ട്രോണിനെ മോർ ഇലക്ട്രോൺ നെഗറ്റീവായ ആറ്റം, അതിവിടെ ആരാ? ക്ലോറിൻ അല്ലേ? അയാൾക്കാണ് കിട്ടിയെന്ന് അസ്യൂം ചെയ്യാം.
അപ്പോൾ ഇതിന് എത്ര കിട്ടിയ ചാർജ്? -1. ഹൈഡ്രജൻ എത്ര ആയിരിക്കും? +1. അതേപോലെ H2O നോക്കൂ, ദെൻ ഇവിടെ ഹൈഡ്രജന് +1, ഓക്സിജന് -2 ആണ് കിട്ടുക. ഇതാണ് ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ എന്താണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തൽക്കാലം എങ്ങനെ പറയാം? ചാർജ് ഗിവൺ ടു ആൻ എലമെന്റ് ഇഫ് ഓൾ ബോണ്ട്സ് വേർ കൺസിഡേർഡ് ടു ബി അയോണിക്. എങ്ങനെ പറയാം? ചാർജ് ഗിവൺ ടു ആൻ എലമെന്റ് ഇഫ് ഓൾ ബോണ്ട്സ് വേർ കൺസിഡേർഡ് ടു ബി അയോണിക്. എല്ലാ ബോണ്ടുകളും അയോണിക് ആണെന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഒരാറ്റത്തിന് കിട്ടുന്ന ചാർജിനെ പറയുന്ന പേരാണ് ഓക്സിഡേഷൻ നമ്പർ. ക്ലിയർ അല്ലേ? അത് ഡെഫിനേഷൻ ഒന്നും ചോദിക്കൂല, പക്ഷെ അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിക്കും. ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക? ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ ചില റൂൾസ് ഉണ്ട്. ഓക്സിഡേഷൻ നമ്പർ റൂൾസ് കണ്ടുപിടിക്കാനുള്ള റൂൾസ്. ഒരു കോമ്പൗണ്ടിൽ ഒരു എലമെന്റിന്റെ ഇപ്പൊ KMnO4 ഉണ്ട്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇവിടെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? അതിന് ചില റൂൾസ് ഉണ്ട്. ഒന്നാമത്തെ റൂളാണ്, ശ്രദ്ധിച്ച്, ഒന്നാമത്തെ റൂള് എലമെന്ററി സ്റ്റേറ്റ് ഓർ ഫ്രീ സ്റ്റേറ്റിൽ ഒരു ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. എങ്ങനെ പറഞ്ഞത്? ദെൻ ഇപ്പൊ ക്ലോറിൻ മോളിക്യൂൾ Cl2, ഓക്സിജൻ O2 ഉണ്ട്, O3 ഉണ്ട്. ദെൻ അയൺ ഇങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യാം. കോപ്പർ ഉണ്ട്, ഹീലിയം ഉണ്ട്, നിയോൺ ഉണ്ട്, ഫോസ്ഫറസ് P4 ആയിട്ട്, ദെൻ ഹൈഡ്രജൻ. ഇതൊക്കെ ഇതിന്റെ എലമെന്ററി ഫോംസ് ആണ്. അല്ലെങ്കിൽ ദെൻ ഓക്കെ എലമെന്ററി ഫോംസിൽ അല്ലെങ്കിൽ ഫ്രീ സ്റ്റേറ്റിൽ ഇവിടെയൊക്കെ ഈ എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ റൂള്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെന്റ് ഇൻ ഇറ്റ്സ് എലമെന്ററി ഓർ ഫ്രീ സ്റ്റേറ്റ് ഈക്വൽ ടു 0. ഒന്നാമത്തെ റൂള്. രണ്ടാമത്തെ റൂള്, സെക്കൻഡ് റൂള്, മോണോ അറ്റോമിക് അയോൺ. എന്താ ഈ മോണോ അറ്റോമിക് അയോൺ? എന്താണ്? ഒരു ആറ്റം മാത്രമുള്ള അയോണ്. ഇപ്പൊ Na+ അയോണ്, Cl- അയോണ്, S2- അയോൺ, ഇതൊക്കെ മോണോ അറ്റോമിക് അയോൺ. അങ്ങനെ പറയാൻ കാരണം എന്താ? ഇപ്പൊ OH- അയോണൊക്കെ പോളി അറ്റോമിക് അയോൺ ആണ്. ഇതല്ല. മോണോ അറ്റോമിക് അയോണിൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ സോഡിയത്തിന് +1, ക്ലോറിന് -1, സൾഫറിന് -2. ഇതാണ് സെക്കൻഡ് റൂള്. മോണോ അറ്റോമിക് അയോണിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ചാർജ് ഓൺ ദി അയോൺ ആണ്. പഠിച്ചു വെക്ക്. മൂന്നാമത്തെ റൂള് പറയുന്നത് ദെൻ ഓക്കെ ഫ്ലൂറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓൾവേസ് -1 ആയിരിക്കും. ഫ്ലൂറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. എന്തുകൊണ്ടാണ്? ഫ്ലൂറിനാണ് മോസ്റ്റ് ഇലക്ട്രോണെഗറ്റീവ് ആറ്റം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഫ്ലൂറിൻ -1 ആണ്. ബിക്കോസ് ഫ്ലൂറിൻ ഈസ് ദി മോസ്റ്റ് ഇലക്ട്രോണെഗറ്റീവ് എലമെന്റ്. ഓക്കെ. ഇനി നാലാമത്തെ റൂള് പറയുന്നത്, ഫോർത്ത് റൂള് പറയുന്നത് ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എല്ലാ കോമ്പൗണ്ടിലും -2 ആണ്. -2. പക്ഷെ എക്സെപ്ഷൻ ഉണ്ട്, ചില എക്സെപ്ഷൻ ഉണ്ട്. ദെൻ എല്ലാ കോമ്പൗണ്ടിലും -2, പക്ഷെ ചില എക്സെപ്ഷൻ. പെറോക്സൈഡിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. -1 പെറോക്സൈഡിൽ. ദെൻ ഇനി അതേപോലെ വേറൊരു എക്സെപ്ഷൻ ഉണ്ട്. ദെൻ OF2 എന്നുള്ള കോമ്പൗണ്ടിൽ ഫ്ലൂറിന് -1 ആണ്. അപ്പോൾ ഓക്സിജന് 2 -1 വരുമ്പോൾ ഇയാൾക്ക് ദെൻ ഇവിടെ ഓക്സിജന് +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് OF2ല്. അതേപോലെ മൂന്നാമത്തെ ദെൻ കേസ്, മൂന്നാമത്തെ ഒരു ഒന്ന് O2F2 ഉണ്ട്. ഇവിടെ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. ഫ്ലൂറിന് -1, ദെൻ അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഓക്സിജൻ ഇവിടെ +1 വേണം. ഇതേപോലെ നാലാമത്തെ ഒരു എക്സെപ്ഷനും കൂടി ഉണ്ട്, സൂപ്പർ ഓക്സൈഡ്. ദെൻ എക്സാമ്പിൾ KO2. ഇവിടെ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -½ ആയിരിക്കും. -½ പഠിച്ചു വെക്കണേ ഇതൊക്കെ. ഇതാണ് നാലാമത്തെ റൂള്. ക്ലിയർ അല്ലേ ഈ പറഞ്ഞത്? നോക്കൂ, ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ് എല്ലാ കോമ്പൗണ്ടിലും എക്സെപ്റ്റ് പെറോക്സൈഡ്. ഈ പെറോക്സൈഡിന് ഒരു എക്സാമ്പിൾ പറയാട്ടോ. ഇപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡ് നിങ്ങൾക്ക് ഹൈഡ്രജനിൽ പഠിക്കാനുള്ളതാണ്. H2O2. ദെൻ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? HOOH. ഇവിടെ ഓക്സിജൻ ലിങ്കേജ് വന്നപ്പോൾ പെറോക്സൈഡ് ലിങ്കേജ് അവിടെ -1. OF2ല് +2. ഒബ്ജക്റ്റീവിൽ പലപ്പോഴും ചോദിക്കുന്ന അത്. O2F2ല് +1, സൂപ്പർ ഓക്സൈഡിൽ -½ ഇനി അടുത്ത ഫിഫ്ത്ത് റൂള് പറയുന്നത് ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എല്ലാ കോമ്പൗണ്ടിലും +1 ആണ്. +1 എക്സെപ്റ്റ് ഇൻ അയോണിക് ഹൈഡ്രൈഡ് എക്സെപ്ഷൻ ആണ്. എക്സാമ്പിൾ NaH. ഇവിടെ സോഡിയത്തിന് +1, ഹൈഡ്രജന് -1 ആയിരിക്കും. -1 അയോണിക് ഹൈഡ്രൈഡിൽ -1 ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണത്. ഇത് ഫിഫ്ത്ത് റൂളാണ് ഈ പറയുന്നത്, ഫിഫ്ത്ത് റൂള്. ഇനി സിക്സ്ത് റൂള് പറയുന്നത് ആൽക്കലി മെറ്റൽസ് ഉണ്ട്. ആരൊക്കെ ആൽക്കലി മെറ്റൽസ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഇവർക്കൊക്കെ +1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്.
ആൽക്കലി മെറ്റൽസിന്. ഇതേപോലെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഉണ്ട്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ബെർലിയം, മെഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ഇതിനൊക്കെ +2 ആണ് കോമൺ ഓക്സിഡേസ് സ്റ്റേറ്റ്. +2. അപ്പൊ ഇതാണ് അടുത്ത റൂള് പറയുന്നത്. 7th റൂള് ഇവിടെ നോക്കൂ. 7th റൂള് പറയുന്നത് എളുപ്പമാണ് ഇതൊക്കെ. 7th റൂള് പറയുന്നത് ഒരു കോമ്പൗണ്ട്, ഒരു മോളിക്യൂൾ ആണെങ്കിൽ, ന്യൂട്രൽ മോളിക്യൂൾ ആണെങ്കിൽ, ഇപ്പോ H2SO4 ഇതിൽ നിങ്ങൾ ഇനി പഠിക്കും. ഹൈഡ്രജന്റെ ഓക്സിഡേസ് സ്റ്റേറ്റ് +1 ആണ്, അങ്ങനെ 2 ടൈംസ്. സൾഫറിന് +6 ആണ് കിട്ടുക. ചെയ്ത് നോക്കിയാൽ കിട്ടും. പ്ലസ് ഓക്സിജന് -2 × 4. ഇത് സം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 0 എന്നാണ് കിട്ടുക. അതായത് ഒരു ന്യൂട്രൽ മോളിക്യൂൾ ആണെങ്കിൽ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ എത്ര കിട്ടുക? അത് 0 ആയിരിക്കും. ന്യൂട്രൽ മോളിക്യൂളിന്റെ കേസിൽ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. അതേസമയം ഒരു കോമ്പൗണ്ട് അയോൺ ആണെങ്കിൽ, ഒന്നിലധികം അല്ലെങ്കിൽ പോളി അറ്റോമിക് അയോൺ ആണെങ്കിൽ ഇവിടെ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഇതിന്റെ ചാർജിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഫോസ്ഫറസിന്റെയും ഓക്സിജന്റെ ഒക്കെ ആൾജിബ്രൈക് സം എടുത്തു കഴിഞ്ഞാൽ -3 എന്നാണ് കിട്ടുക. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ചാർജിന് ഈക്വൽ ആയിരിക്കും. ഇത്രയും റൂൾസ് ആണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടത്. ഇതിൽ തന്നെ ചില ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ നോക്കിയേക്ക് എന്തൊക്കെയാ വന്നത് നോക്കൂ. ഇതിന്റെ റൂൾസ് ഇത്രയാണ്. ഒന്നാമത്തത്, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെന്റ് ഇൻ എലമെന്ററി ഓർ ഫ്രീ സ്റ്റേറ്റ് ഈക്വൽ ടു 0. ഒന്നാമത്തെ. രണ്ടാമത്തെ, മോണോ അറ്റോമിക് അയോണിൽ ഓക്സിഡേഷൻ നമ്പർ ഈക്വൽ ടു ചാർജ് ഓൺ ദി അയോൺ. മൂന്നാമത്തത്, ഫ്ലൂറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓൾവേസ് ഈക്വൽ ടു -1 ആണ്. കാരണം ഫ്ലൂറിനാണ് മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ്. ഫോർത്ത് റൂള്, ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ് കോമൺ ആയിട്ട്. പക്ഷെ പെറോക്സൈഡിൽ -1, OF2 +2, O2F2 +1. ഇനി സൂപ്പർ ഓക്സൈഡിൽ -½ ആണ് ഓക്സിഡേഷൻ നമ്പർ കിട്ടുന്നത്. ഓക്കെ. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. പക്ഷെ അയോണിക് ഹൈഡ്രൈഡിൽ -1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടുക. സോഡിയം ഹൈഡ്രൈഡിലൊക്കെ. ഇനി ആൽക്കലി മെറ്റൽസിന് +1, ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന് +2. പിന്നെ ന്യൂട്രൽ മോളിക്യൂൾ ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പറിന്റെ സം 0 ആയിരിക്കും. കോംപ്ലക്സ് അല്ലെങ്കിൽ പോളി അറ്റോമിക് അയോൺ ആണെങ്കിൽ അത് എന്തിന് ഈക്വൽ ആണ്? ചാർജിന് ഈക്വൽ ആയിരിക്കും. ഇത്രയാണ് ഓക്സിഡേഷൻ നമ്പർ കാണാനുള്ള റൂൾസ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് 1-2 എക്സാമ്പിൾ ശ്രദ്ധിക്കാം ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ നോക്കൂ. ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ സൾഫ്യൂരിക് ആസിഡ് ആയിക്കോട്ടെ, H2SO4. ഇതിൽ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അണ്ടർലൈൻഡ് എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളെ ക്വസ്റ്റ്യൻ എങ്കിൽ, രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ PO4 3- ഫോസ്ഫറസിന്റെ ആയിക്കോട്ടെ. എങ്ങനെ സൾഫ്യൂരിക് ആസിഡിൽ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാം? ഹൈഡ്രജന് നിങ്ങൾക്കറിയാം +1 × 2 ആണ്. +1 × 2. സൾഫറിന് നമുക്കറിയില്ല, X എന്ന് കൊടുത്തു. ഓക്സിജന് നിങ്ങൾക്കറിയാം -2 × 4 ടൈംസ് ഈക്വൽ ടു 0. അപ്പൊ എത്ര കിട്ടുക? 2 + x - 8 ഈക്വൽ ടു 0, x - 6 ഈക്വൽ ടു 0, x ഈക്വൽ ടു +6. ചെയ്തൂടെ? സിമ്പിൾ അല്ലേ അത്? ഇനി ഫോസ്ഫറസിന്റെ എങ്ങനെ കാണാം? നിങ്ങൾക്ക് ഫോസ്ഫറസിന്റെ അറിയില്ല, X എന്ന് കൊടുത്തു. പ്ലസ് ഓക്സിജന് -2 × 4, -4 ഉണ്ട്. -2 ഒരാൾക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു -3 ആണ്. ഇവിടെ ചാർജിന് ഈക്വൽ ആണ്. അതാണ് നമ്മൾ പോളി അറ്റോമിക് അയോണിന്റെ കേസിൽ. സോ x - 8 ഈക്വൽ ടു -3 ഓർ x ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് വന്നാൽ +5 എന്ന് കിട്ടും. x ഈക്വൽ ടു +5. സിമ്പിൾ അല്ലേ ഇത്? ചെയ്ത് പഠിക്കണേത്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. HNO3 നൈട്രജന് എങ്ങനെ കാണാം? ഹൈഡ്രജന് +1 പ്ലസ് നൈട്രന് X എന്ന് കൊടുത്തു. ഓക്സിജന് -2 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ 1 + x - 6 ഈക്വൽ ടു 0, x ഈക്വൽ ടു +5. ഇനി നിങ്ങൾ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രമിച്ചു നോക്കും. നാലാമത്തത് KMnO4 എങ്ങനെ കാണാം? പൊട്ടാസ്യത്തിന് +1, മാംഗനീസിന് X, ഓക്സിജന് -2 × 4 ചെയ്താൽ പോരെ. അപ്പൊ +7 എന്ന് കിട്ടും കേട്ടോ. +7 നിങ്ങൾ ചെയ്ത് നോക്കണേ +7 കിട്ടിയോ എന്നുള്ളത്. ഇനി അഞ്ചാമത്തത് K2Cr2O7. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ. നോക്കൂ, പൊട്ടാസ്യത്തിന് +1 അങ്ങനെ 2 ടൈംസ് പ്ലസ്. ഇനി ക്രോമിയത്തിന് X × 2, 2x എന്ന് എടുക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോ. ഓക്സിജന് -2 × 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. സോ 2 + 2x - 14 ഈക്വൽ ടു 0, 2x - 12 ഈക്വൽ ടു 0 ഓർ 2x ഈക്വൽ ടു 12, x ഈക്വൽ ടു +6 എന്ന് കിട്ടും. +6. അപ്പോൾ ഈ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്ന മെത്തേഡ് പഠിച്ചു വെച്ചേക്കുക. ഇനി വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് HCl എന്തായിരിക്കും? ക്ലോറിൻ എത്ര ആയിരിക്കും? ഹൈഡ്രജൻ 1, ക്ലോറിന് -1. റെഡി അല്ലേ അത്? ഇനി വേറൊരു എക്സാമ്പിൾ ആണ് H3PO4.
ഫോസ്ഫോറിക് ആസിഡ് എന്നൊക്കെ പറയും. ഫോസ്ഫറസിന് എത്ര കിട്ടുക നോക്കിട്ടോ, നിങ്ങൾ ചെയ്ത് നോക്ക്, +5 എന്ന് കിട്ടും. ഇനി Cr2O7 2- ഇവിടെ ക്രോമിയത്തിന് എത്ര കിട്ടുക? Cr2O7 2- ക്രോമിയത്തിന് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ +6 എന്ന് കിട്ടും. ചെയ്ത് നോക്കണം കേട്ടോ, നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയേക്ക്. ഓക്കെ, ദെൻ ഇതേപോലെ വേറൊന്നാണ് HClO4. ക്ലോറിന് എത്ര കിട്ടുക എന്നുള്ളത് +7 ആണ് കിട്ടുക. ചെയ്ത് നോക്കണേ നിങ്ങൾ, ശരിയല്ലേ നോക്കണേ. +7 എന്ന് കിട്ടും HClO4. ഇതേപോലെ വേറൊരു എക്സാമ്പിൾ 10th one ഇങ്ങനെ കൊടുക്കാം, CH4, then 11th one CCl4, then ഇനി 12th one then CH2Cl2. then ഇനി ഇവിടെ CH4 ഹൈഡ്രജന് +1, അപ്പോൾ then കാർബൺ -4 ആയിരിക്കും. ഇവിടെ കാർബൺ +4 ആയിരിക്കും. ഇവിടെ നിങ്ങൾ ചെയ്ത് നോക്കൂ, X +1 × 2 -1 × 2, അപ്പോൾ 0 എന്നാണ് കിട്ടുക. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ വേരിയേഷൻ ഒക്കെ വരാം ഇതേപോലെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ ചെയ്ത് നോക്കണേ. ഇനി എന്താണ് റിഡോക്സ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ എന്നുള്ളതാണ്. ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട് റിഡോക്സ് റിയാക്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും നോക്കൂ. നമ്മൾ പറഞ്ഞല്ലോ Zn വിൽ ഗിവ് Zn2 + 2 ഇലക്ട്രോൺ. നേരത്തെ നമ്മൾ ഇലക്ട്രോണിക് കോൺസെപ്റ്റിൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞതാണ്. Cu2 + 2 ഇലക്ട്രോൺ വിൽ ഗിവ് Cu. നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? റിഡക്ഷൻ എന്നാണ് പറഞ്ഞത്. ഇത് നോക്കൂട്ടോ, ഇവിടെ ഈ റിയാക്ഷനിൽ സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 ആണ്. ഇവിടെ എത്രയാണ്? മോണോ അറ്റോമിക് അയോൺ ആണ്, 2+ ആണ്. അപ്പോൾ ഇവിടെ ഈ റിയാക്ഷനിൽ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ റിയാക്ഷൻ നമുക്ക് പേര് പറയാം ഓക്സിഡേഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ അത്? അതേസമയം ഇവിടെ +2 എന്നുള്ളത് 0 ആയിട്ട് ഡിക്രീസ് ആണ്. ഈ റിയാക്ഷന് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം? റിഡക്ഷൻ എന്ന് വിളിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് ദെൻ റിഡോക്സ് റിയാക്ഷനെ ഡിഫൈൻ ചെയ്യാൻ പുതിയ മെത്തേഡാണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഇൻ വിച്ച് then increase in oxidation number of element takes place. ആ പ്രോസസ്സിനെയാണ് ഓക്സിഡേഷൻ എങ്കിൽ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഇൻ വിച്ച് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെന്റ് ടേക്സ് പ്ലേസ്. ഇൻക്രീസ് ആണെങ്കിൽ ഓക്സിഡേഷനും ഡിക്രീസ് ആണെങ്കിൽ റിഡക്ഷനും. അതാണ് റിഡോക്സ് റിയാക്ഷനിൽ ഡെഫിനിഷൻ, പുതിയ ഡെഫിനിഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഇൻ വിച്ച് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെന്റ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെന്റ്. അപ്പോൾ ഒരു റിഡോക്സ് റിയാക്ഷൻ ആണെങ്കിൽ അവിടെ ഓക്സിഡേഷൻ നമ്പറിൽ ഇൻക്രീസും ഡിക്രീസും ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഈ റിയാക്ഷൻസ് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. ഇവിടെ ശ്രദ്ധിച്ച് നോക്കൂ, Zn + Cu2 + 2 ഇലക്ട്രോൺ വിൽ ഗിവ് Zn2 + Cu + 2 ഇലക്ട്രോൺ. 2 ഇലക്ട്രോൺ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ നോക്കൂ, ഇവിടെ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഉണ്ട്, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഉണ്ട്. അപ്പൊ ഈ റിയാക്ഷന്റെ പേര് പറയാം എന്താണ്? റിഡോക്സ് റിയാക്ഷൻ എന്ന് പേര് പറയാം. ഏതാ നോക്കൂ, സിങ്ക് 2+ ആയിട്ട് മാറുന്നത് ഓക്സിഡേഷൻ ആണ്, Cu2 + Cu ആയിട്ട് മാറുന്നത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ. ഇനി ഇവിടെ നോക്കിക്കോട്ടെ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രോസസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഇയാൾ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. സിങ്കിന്റെ Cu2+ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പഠിച്ചൊരു കോൺസെപ്റ്റ് ഉണ്ട്, PbO + കാർബൺ വിൽ ഗിവ് Pb + കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ആയി മാറുന്നത് ഓക്സിഡേഷൻ ആണ്. ദെൻ PbO Pb ആയിട്ട് മാറുന്നത് എന്താണ്? റിഡക്ഷൻ ആണ്. നേരത്തെ നമ്മൾ പഠിച്ചില്ലേ ഈ PbO. നോക്കൂ, ദെൻ എന്തുകൊണ്ടാണ് മൂപ്പർക്ക് റിഡക്ഷൻ സംഭവിച്ചത്? അല്ലെങ്കിൽ കാർബൺ എന്തുകൊണ്ടാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്? കാർബൺ ഓക്സിജനെ കിട്ടിയതുകൊണ്ട്. ആരാണ് ഓക്സിജനെ കൊടുത്തത്? PbO ആണ്. അപ്പോൾ PbO ഓക്സിഡേഷനെ സഹായിക്കുന്നുണ്ട്, അതുകൊണ്ട് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ദെൻ ഓക്സിഡൈസിങ് ഏജന്റ് എന്ത് റിയാക്ഷനാ വരുന്നത്? റിഡക്ഷനാ വരുന്നത്. ഇനി PbO റെഡ്യൂസ് ചെയ്യാൻ കാരണം ഓക്സിജനെ കാർബൺ വാങ്ങിയതുകൊണ്ടാണ്. സോ കാർബൺ എന്ത് ഏജന്റ് ആണ്? റെഡ്യൂസിങ് ഏജന്റ് ആണ്. റെഡ്യൂസിങ് ഏജന്റിന് വരുന്ന റിയാക്ഷൻ ഏതാണ്? ഓക്സിഡേഷൻ. മനസ്സിലാക്കണേ. അപ്പൊ ഒരു റിയാക്ഷനിൽ ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസ് ചെയ്യും, ദെൻ അതേപോലെ റെഡ്യൂസിങ് ഏജന്റ് എന്താ വരിക? ഓക്സിഡൈസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ സിങ്കിന് ഓക്സിഡേഷൻ ആണ് വരുന്നത്. അപ്പൊ സിങ്ക് എന്ത് ഏജന്റ് ആണ്? റെഡ്യൂസിങ് ഏജന്റ് ആണ്, അല്ലെങ്കിൽ റിഡക്റ്റന്റ് ആണ്. റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ റിഡക്റ്റന്റ്. അതേപോലെ Cu2+ റെഡ്യൂസ് ചെയ്യാണ്, അപ്പൊ മൂപ്പര് എന്ത് ഏജന്റ് ആണ്? ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, അല്ലെങ്കിൽ ഓക്സിഡന്റ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, എന്താണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ് ഓക്സിഡേഷൻ ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്ത സബ്സ്റ്റൻസ് എന്താണ്? റെഡ്യൂസിങ് ഏജന്റ് ആണ്. അതേപോലെ
ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ് റിഡക്ഷൻ ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്ത സബ്സ്റ്റൻസ് എന്ത് ഏജന്റ് ആണ്? ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പൊ ഇതാണ് ഓക്സിഡേഷനും റിഡക്ഷനും ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും. എന്താ ഓക്സിഡൈസിങ് ഏജന്റ് വരുന്ന റിയാക്ഷൻ എന്താ? റിഡക്ഷൻ. റെഡ്യൂസിങ് ഏജന്റിന് വരുന്ന റിയാക്ഷൻ എന്താ? ഓക്സിഡേഷൻ. ഞാൻ ഒന്നുകൂടി പറയാം. എന്താണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദെൻ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ് ഓക്സിഡേഷൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞാലോ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ് റിഡക്ഷൻ. ഇനിയും അടുത്തത് എന്താണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ? ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്ത വസ്തു, സബ്സ്റ്റൻസ് വിച്ച് ഡിക്രീസസ് ഇറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ, അത് ഓക്സിഡൈസിങ് ഏജന്റ്. സബ്സ്റ്റൻസ് വിച്ച് ഇൻക്രീസസ് ഇറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ ഏതാണ്? റെഡ്യൂസിങ് ഏജന്റ്. ദെൻ ഓക്കെ, ഇതാണ് നമുക്ക് ഓക്സിഡേഷനും റിഡക്ഷനും ദെൻ ഇൻ ടേംസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. NCERT ടെക്സ്റ്റിൽ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ കൊടുത്തത് എങ്ങനെ അറിയോ? ദെൻ ഇതേ ഡെഫിനിഷൻ പക്ഷെ കൊടുത്തത് ദെൻ വേറെ ഇയാൾക്ക് ഈ സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ പറ്റി ഇയാൾക്ക്, അതുകൊണ്ട് ഇയാൾ ഓക്സിഡൈസിങ് ഏജന്റ്. സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഇൻക്രീസ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് അനദർ സബ്സ്റ്റൻസ്. അതേപോലെ ഇയാൾക്ക് വേറൊരാൾ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യാൻ പറ്റി, അയാൾ എന്താണ്? റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ ഇയാൾക്ക് ആക്ച്വലി വന്നത് ഓക്സിഡേഷൻ നമ്പറിൽ ഇൻക്രീസ്. കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ ശ്രദ്ധിച്ചേക്കുക, ഓക്സിഡേഷൻ റിഡക്ഷൻ ഇൻ ടേംസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ ഇത്രയും പഠിച്ച് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ദെൻ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേഷൻ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തത് ഈ ഓക്സിഡേഷൻ്റെയും റിഡക്ഷൻ്റെയും ഡെഫിനിഷൻസ് ഇൻ ടേംസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ, അത് പഠിക്കണേ. ഓക്കെ മക്കളെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ നമുക്കൊരു 4 ടൈപ്പിൽ പഠിക്കാനുണ്ട്. അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ റിയാക്ഷനാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ റിയാക്ഷൻ ശ്രദ്ധിക്കൂട്ടോ. ഈ കോമ്പിനേഷൻ റിയാക്ഷൻ്റെ ഫോമാറ്റ് ഇങ്ങനെയാണ്: A+B ഗിവിങ് C എന്നുള്ള രൂപത്തിൽ. ഇതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഇതിലൊരു കണ്ടീഷൻ ഉണ്ട്, A അല്ലെങ്കിൽ B അല്ലെങ്കിൽ ബോത്ത് A ആൻഡ് B മസ്റ്റ് ബി ഇൻ ദി എലമെന്റൽ ഫോം. എലമെന്റ് ആയിരിക്കണം, രണ്ടും കോമ്പൗണ്ട് ആയിരിക്കരുത്. ഒരു എക്സാമ്പിൾ പറയാം. ദെൻ കോമ്പിനേഷൻ C+O2 ഗിവിങ് CO2. നിങ്ങൾക്കറിയാം കാർബൺ 0 ഓക്സിജൻ 0. ഇവിടെ എത്തുമ്പോൾ ഇയാൾക്ക് -2 ഇയാൾക്ക് +4. ഇൻക്രീസും ഡിക്രീസും ഉണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ ആണ്, റിഡോക്സ് റിയാക്ഷൻ ആണ്. അല്ല, ഓക്സിഡേഷൻ നമ്പറിൽ ഇൻക്രീസും ഡിക്രീസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? റിഡോക്സ് റിയാക്ഷൻ ആണ്. എളുപ്പമല്ലേ അത്? ഇനി രണ്ടാമത്തെ വേറൊരു എക്സാമ്പിൾ CH4+ O2 gives CO2+. ഇവിടെ 2 ടൈംസ് 2H2O. എല്ലാ കമ്പസ്റ്റൻ റിയാക്ഷനെയും നമ്മൾ റിഡോക്സ് റിയാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ ഇയാൾ കോമ്പൗണ്ട് ആണ്, പക്ഷെ ഇയാൾ എന്താണ്? എലമെന്റ് ആണ്. ദെൻ അതുകൊണ്ട് ഈ റിയാക്ഷൻ റിഡോക്സ് റിയാക്ഷൻ ആയി. ഓക്കെ, അപ്പൊ ഇത് കോമ്പിനേഷൻ റിയാക്ഷൻ. A+B ഗിവിങ് C. കണ്ടീഷൻ എന്താ? A അല്ലെങ്കിൽ B അല്ലെങ്കിൽ ബോത്ത് A ആൻഡ് B എന്തായിരിക്കണം? എലമെന്റൽ ഫോമിലായിരിക്കണം. ഇതാണ് ഇതിനുള്ള കണ്ടീഷൻ. ബാക്കി എക്സാമ്പിൾ നിങ്ങൾ ടെക്സ്റ്റ് നോക്കി പഠിച്ചോളൂ അല്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ. അങ്ങനെ കണ്ടീഷൻ പറയാൻ കാരണം CaO+ CO2 gives CaCO3. ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ നിങ്ങൾ ഓക്സിഡേഷൻ നമ്പർ നോക്കൂ കേട്ടോ. ഓക്സിജന് -2 കാൽസ്യം +2. ഓക്സിജന് -2 കാർബൺ +4. ഇവിടെ കാൽസ്യം ആൽക്കലൈൻ എർത്ത് മെറ്റലാണ് +2. ഇവിടെ -2 കാർബൺ +4. ചെയ്ത് നോക്കൂ നിങ്ങൾ. ഇവിടെ ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഇല്ല, അതുകൊണ്ട് ഇത് റിഡോക്സ് റിയാക്ഷൻ അല്ല. അപ്പൊ എല്ലാ കോമ്പിനേഷൻ റിയാക്ഷനും എന്താവണമെന്നില്ല? റിഡോക്സ് റിയാക്ഷൻ ആവണം എന്നില്ല. കാരണം ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് വരണം. അപ്പൊ അതിന് കാരണം എന്താണ്? ഇവിടെ രണ്ടാളും എലമെന്റൽ ഫോമിൽ അല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, സെക്കൻഡ് എക്സാമ്പിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്താ? ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് C ഗിവിങ് A+B. ഇതാണ് ഡീകമ്പോസിഷൻ. ഇത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ബ്രേക്ക് ഡൗൺ ഓഫ് എ കോമ്പൗണ്ട് ഇൻ ടു ഓർ മോർ കോമ്പണൻസ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് വിച്ച് മസ്റ്റ് ബി ഇൻ ദി എലമെന്റൽ ഫോം. ഒരാളെങ്കിലും എലമെന്റൽ ഫോമിലാവും വേണം ഒരു കോമ്പൗണ്ട് ബ്രേക്ക് ചെയ്തിട്ട്. അതിനെ പറയുന്ന പേരാണ് എന്താ? നമ്മൾ പറയുന്ന പേര് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എക്സാമ്പിൾ നോക്കൂ, എളുപ്പമുള്ളതായിക്കോട്ടെ. 2HCl gives H2 + Cl2. ഇവിടെ നിങ്ങൾ നോക്കൂ, ഹൈഡ്രജന് +1, ക്ലോറിൻ ഇത് +1 ഇത് -1, 0 0. അപ്പൊ ഇൻക്രീസും ഡിക്രീസും ഉണ്ട്. അതുകൊണ്ട് ഈ റിയാക്ഷൻ എന്തിന് എക്സാമ്പിളാ? റിഡോക്സ് റിയാക്ഷൻ ആണ്. നിങ്ങൾ ടെക്സ്റ്റിൽ ബാക്കി എക്സാമ്പിൾ ഒക്കെ നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക. വേണമെങ്കിൽ നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ
2H2O gives 2H2 plus O2. ഓക്കെ, രണ്ടാളും എലമെന്റൽ ഫോമിലേക്കാണ്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ 2KClO3 gives 2KCl plus 3O2. ഇവിടെ നോക്ക്, ഇത് ഡീകമ്പോസ് ചെയ്തപ്പോൾ ഇവിടെ നിങ്ങൾ ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് വരും, നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇനി ഇവിടെ ഒരാളെങ്കിലും എലമെന്റൽ ഫോമിലുണ്ട്, അപ്പൊ അത് റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇനി വേറെ എക്സാമ്പിൾ CaCO3 gives CaO plus CO2. ഈ റിയാക്ഷൻ റിവേഴ്സ് ചെയ്തത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കറിയാം ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഉണ്ടാവൂല. അതുകൊണ്ട് ഇത് റിഡോക്സ് റിയാക്ഷൻ അല്ല. എന്താ കാരണം? എന്താ ദെൻ കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസിഷൻ. കാരണം ഇവിടെ രണ്ടാളും എലമെന്റൽ ഫോമിലല്ല, കോമ്പൗണ്ട് ആണ്. അപ്പോൾ എല്ലാ ഡീകമ്പോസിഷനും റിഡോക്സ് റിയാക്ഷൻ ആണോ? അല്ല. കണ്ടീഷൻ എന്താണ്? ഏതെങ്കിലും ഒരാളെങ്കിലും എലമെന്റൽ ഫോമിലാണെങ്കിൽ അതെന്താവുള്ളൂ? റിഡോക്സ് റിയാക്ഷൻ ആവുള്ളൂ. ക്ലിയർ അല്ലേ ഇത്? അപ്പൊ രണ്ട് ടൈപ്പ് കഴിഞ്ഞു, കോമ്പിനേഷൻ റിയാക്ഷനും പിന്നെ ഏതാണ്? ഡീകമ്പോസിഷൻ റിയാക്ഷനും. നോക്കാം അടുത്തത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താണ്? ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അതിന്റെ ഫോർമാറ്റ് ഇങ്ങനെ കേട്ടോ, എക്സ് പ്ലസ് വൈ സെഡ് ഗീവ്സ് എക്സ് സെഡ് പ്ലസ് ദെൻ വൈ. ഇതാണ് അതിന്റെ ഫോർമാറ്റ്. ഈ ഒരു മോഡലിൽ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു അയോൺ വെച്ചിട്ട് വേറൊരു കോമ്പൗണ്ടിന് ഒരാളെ ഒരു എലമെന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേസ് ചെയ്യുന്നു. അതിനെ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇതില് രണ്ട് മൂന്ന് തരത്തിലുണ്ട്, പെട്ടെന്ന് പറയാം. ഇപ്പൊ Zn പ്ലസ് CuSO4 കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് സിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ZnSO4 പ്ലസ് Cu ആയിട്ട് മാറും. ഇവിടെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ സിങ്കിന് 0 ആണ്, ഇവിടെ കോപ്പറിന് +2 ആണ്. ചെയ്ത് നോക്കിയാൽ കാണാം ഇവിടെ സിങ്ക് 2+ ആയി, കോപ്പർ 0 ആയി. ഇൻക്രീസും ഡിക്രീസും ഉണ്ട്, റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇവിടെ ഒരു മെറ്റലിനെയാണ് ഡിസ്പ്ലേസ് ചെയ്തത്, അതുകൊണ്ട് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയാം. അതേസമയം നമ്മൾ രണ്ടാമത്തെ വേറൊരു എക്സാമ്പിൾ ദെൻ മെഗ്നീഷ്യം പ്ലസ് then 2HCl gives magnesium then 2HCl gives നിങ്ങൾക്ക് കിട്ടും പ്രോഡക്റ്റ് MgCl2 plus H2 എന്ന് കിട്ടും. ഇവിടെ നോൺ മെറ്റൽ ആണ്, ഹൈഡ്രജനാണ് ഡിസ്പ്ലേസ് ചെയ്ത്, അതുകൊണ്ട് ഇതിനെ വിളിക്കാം then നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ബാക്കി എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ മതി. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ മൂന്നാമത്തെ ടൈപ്പ്. ഇനി നാലാമത്തെ ടൈപ്പ് ഉണ്ട്. നാലാമത്തെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. എന്താണ് ഈ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താ? ഇവിടെ നോക്കട്ടെ, ഒരു എക്സാമ്പിൾ കണ്ടാൽ മനസ്സിലാവും. 2H2O2 gives 2H2O plus O2. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഒന്ന് കൊടുത്തു നോക്കാം നമുക്ക്. ഹൈഡ്രജന് +1 ആണ്, ഓക്സിജന് -1. പെറോക്സൈഡ് ആയതുകൊണ്ട് ഇവിടെ ഹൈഡ്രജന് +1 ആണ്, ഓക്സിജന് -2. ഇവിടെ 0 ആണ്. ഇവിടെ ഇൻക്രീസിന് ഓക്സിഡേഷൻ നമ്പർ ആർക്കാണുള്ളത്? ഓക്സിജന് -1 എന്നുള്ളത് 0 ആയി ഇൻക്രീസ്. ഡിക്രീസ് ആർക്കാണുള്ളത്? ഓക്സിജന് -1 എന്നുള്ളത് -2 ആയി. ഇൻക്രീസും ഡിക്രീസും ഒരേ എലമെന്റിനാണെങ്കിൽ that reaction is called disproportionation reaction. Simultaneous ആയിട്ട് then an element is oxidized and reduced. That reaction അല്ലെങ്കിൽ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഒരേ എലമെന്റിനാണെങ്കിൽ, അല്ലെങ്കിൽ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടു സെയിം എലമെന്റ് ആണെങ്കിൽ ദാറ്റ് റിയാക്ഷൻ ഈസ് കാൾഡ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അപ്പോൾ നോക്കിയേക്ക്, ഇൻക്രീസും ഡിക്രീസും ദെൻ ഒരേ എലമെന്റിന് സംഭവിക്കണമെങ്കിൽ ഇതൊരു മിഡിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആവണം, ഇതിനേക്കാളും കൂടുതലും പോസിബിൾ ആവണം, ഇതിനേക്കാളും കുറവും പോസിബിൾ ആയിരിക്കണം. ഇതിനാണ് ഡിസ്പ്രപ്പോർഷനേഷൻ. ഇപ്പൊ 4 ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 1 കോമ്പിനേഷൻ റിയാക്ഷൻ, 2 ഡീകമ്പോസിഷൻ, 3 then ഡിസ്പ്ലേസ്മെന്റ്, 4 ഡിസ്പ്രപ്പോർഷനേഷൻ. ഇതിൽ എക്സാമിന് ദെൻ ഡിസ്പ്രപ്പോർഷനേഷൻ പലപ്പോഴും ചോദിക്കലുണ്ട് എക്സാമിന്. അതേപോലെ കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഒരിക്കൽ ചോദിച്ചത് കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസിഷൻ റിഡോക്സ് റിയാക്ഷൻ അല്ല, പക്ഷെ KClO3 ഡീകമ്പോസിഷൻ റിഡോക്സ് റിയാക്ഷൻ ആണ് നമ്മളോട് തെളിയിക്കാൻ. അപ്പൊ നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്ത് പഠിച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ക്ലിയർ അല്ലേ അത്? മക്കൾ, അടുത്ത് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഫോക്കസ് പോയിന്റിൽ അവസാന ഭാഗമാണ് എടുക്കാനുള്ളത്. ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. 2 മെത്തേഡ് ഉണ്ട്, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും ഹാഫ് റിയാക്ഷൻ മെത്തേഡും. അതിൽ ഹാഫ് റിയാക്ഷൻ മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം നമുക്കതിൽ. ഞാനൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് അങ്ങ് ചെയ്യാണ്. എക്സ്പ്ലനേഷൻ അങ്ങനെയാണ്, സിമ്പിളാണ്. ഒരു 3-4 ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നോക്കൂട്ടോ, നമ്മൾ ഇക്വേഷൻ ഇതാണ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മോട് ചെയ്യാൻ പറയുന്നത് ബാലൻസ് ദ ഇക്വേഷൻ Fe2 plus plus Cr2O7 2- giving Fe3 plus Cr3 plus in acidic medium.
അസിഡിക് മീഡിയം. ഇതാണ് നമുക്കുള്ള ക്വസ്റ്റ്യൻ. എന്താണ്? Fe2+ plus Cr2O7 2- gives Fe3+ plus Cr3+ in acidic medium. Then ചിലപ്പോൾ ഇതിന്റെ വേർഡ്സിൽ പറയാറുണ്ട് കേട്ടോ, ഇത് ഫെറസ് അയോണ്, ഫെറസ്. ദെൻ ഇനി ഇതിന്റെ പേര് ഡൈക്രോമേറ്റ് എന്നാണ്, ഡൈക്രോമേറ്റ്. ദെൻ അസിഡിക് മീഡിയത്തിൽ റിയാക്ഷൻ നടത്തിയ ഫെറിക്കും പിന്നെ Cr3+ ഉണ്ടാവും. അപ്പോൾ അയോണിക് ഇക്വേഷൻ ഇങ്ങനെ എഴുതണം. ഈ ഇക്വേഷൻ എങ്ങനെ ബാലൻസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോക്ക്, അപ്പോൾ ഈ ഇക്വേഷൻ മനസ്സിലായല്ലോ എങ്ങനെ ചെയ്യാന്നുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ കൊടുക്കാനാണ് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ നോക്കൂ, ഒന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. Fe2++ Cr2O7 2- gives Fe3+ plus Cr3+. ഇതാണ് നമ്മളെ ഇക്വേഷൻ. ഓക്സിഡേഷൻ നമ്പർ കാണുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് തെറ്റിയാൽ പിന്നെ മുഴുവൻ തെറ്റിപ്പോയി. നോക്കൂ, ഇവിടെ 2+ ആണ്, ഡൗട്ട് ഇല്ല. ഇവിടെ 3+3+. ഇപ്പൊ ഇത് മാത്രമേ കാണാനുള്ളൂ. എങ്ങനെ നമ്മൾ കാണാം? ക്രോമിയത്തിന് X എന്ന് കൊടുത്ത് 2x പ്ലസ് ഓക്സിജന് -2 × 7 ദാറ്റ് ഈസ് ഈക്വൽ ടു -2 എന്ന് കിട്ടും. 2x - 14 ഈക്വൽ ടു -2, 2x ഈക്വൽ ടു +12, ദെൻ അപ്പോൾ x ഈക്വൽ ടു +6. ക്ലിയർ അല്ലേ? അത് ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഓക്സിഡേഷൻ നമ്പർ കൊടുക്കുക എന്നുള്ളത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മളോട് പറയുന്നത് ദെൻ ഓക്സിഡേഷനും റിഡക്ഷനും നമ്മൾ രണ്ട് ഹാഫ് റിയാക്ഷൻസ് ആയിട്ട് നോക്കിയിട്ട് രണ്ട് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നോക്കൂ, ഇവിടെ Fe2+ Fe3+ ആയി മാറുന്നുണ്ട്. Fe2+ Fe3+, ഇതാണ് ഓക്സിഡേഷൻ. ശരിയല്ലേ അത്? ഇനി രണ്ടാമത്തെ റിഡക്ഷൻ, ഓക്സിഡേഷൻ നമ്പറിൽ ഡിക്രീസ് ഉള്ള ആൾ Cr2O7 2- എന്തായിട്ടാണ് മാറുന്നത്? Cr3+. ഓക്കെ, ദെൻ ഇനി ഇവിടെ വേണമെങ്കിൽ ഇയാളെ ഓക്സിഡേഷൻ നമ്പർ എഴുതാം, +6 ആണ്, ഡിക്രീസ് ഉള്ള ആള്. അപ്പൊ നോക്കിയേക്ക്, ഈ സ്റ്റെപ്പിൽ പറയുന്നത് ആദ്യം പറഞ്ഞത് ഓക്സിഡേഷൻ നമ്പർ കൊടുത്തു, രണ്ടാമത്തെ അതിന് ഓക്സിഡേഷനും റിഡക്ഷനും ഹാഫ് റിയാക്ഷൻസ് ആക്കിയിട്ട് എഴുതി. ഇൻക്രീസ് ഉള്ള ആള്, ഡിക്രീസ് ഉള്ള ആള്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ പറയുന്നുണ്ട് ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഉള്ള ആളെ ബാലൻസ് ചെയ്യണം എന്നും പറയുന്നുണ്ട്. ഇവിടെ ചേഞ്ച് ഉള്ളത് അയൺ ആണ്. ഓക്കെ, ഇവിടെ 2 ക്രോമിയം ഉണ്ട്, അപ്പോൾ ഇവിടെ 2 ക്രോമിയം എഴുതണം. ഓക്സിജൻ നമ്മൾ നോക്കണ്ട, ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഉള്ള ആളെ മാത്രം ബാലൻസ് ചെയ്താൽ മതി, ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് കിട്ടാം. മൂന്നാമത്തെ സ്റ്റെപ്പ് ദെൻ ഇവിടെ നോക്ക്, Fe2+, Fe3+ ആവൽ എങ്ങനെയാണ്? ദെൻ ഒരു ഇലക്ട്രോണിന്റെ ലോസ് അല്ലേ, അത് എഴുതണം. അതായത് ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഓക്സിഡേഷൻ നമ്പറിലെ ചേഞ്ച് മേക്കപ്പ് ചെയ്യാൻ. ഇപ്പൊ 2+ ഉള്ളത് 3+ ആകുമ്പോൾ ഒരു ഇലക്ട്രോണിന്റെ ലോസ്. അടുത്ത് Cr2O7 2- എങ്ങനെയാണ്? 2Cr3+ എന്നാ ഇവിടെ ഉള്ളത്, 2Cr3+. +6 എങ്ങനെ +3 ആയിട്ട് മാറുക? 3 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യണം. ശരിയല്ലേ? അത് +6 +3 ആവുമ്പോൾ. പക്ഷെ 2 ക്രോമിയം ഉണ്ട്, അപ്പൊ എത്ര ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യണം? 6 ഇലക്ട്രോണിന്. സോ +6 ഇലക്ട്രോൺ വിൽ ഗിവ് 2Cr3+. ക്ലിയർ ആണോ? അത് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുക ടു മേക്ക് അപ്പ് ദ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. +2 +3 ആവുമ്പോൾ ഒരു ഇലക്ട്രോണിന്റെ ലോസ്, +6 +3 ആവുമ്പോൾ 3 ഇലക്ട്രോൺ ആണ് വേണ്ടത്, പക്ഷെ 2 ക്രോമിയം ഉണ്ട്, അപ്പൊ 6 ഇലക്ട്രോണിന്റെ ഗെയിൻ. ഇനി നാലാമത്തെ സ്റ്റെപ്പിൽ, ഇത് കഴിഞ്ഞാൽ നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മോട് പറയുന്നത് ദെൻ ഓക്സിജൻ ബാലൻസ് ചെയ്യാനാണ്. ദെൻ വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്തിട്ട്, അപ്പൊ ഇവിടെ ഓക്സിജന്റെ പ്രശ്നമില്ല. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ എഴുതി, Fe2+ gives Fe3++ ഇലക്ട്രോൺ. അതേസമയം ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്, അപ്പൊ ഇവിടെ എന്ത് വേണം? 7H2O വേണം. Cr2O7 2- gives then +6 ഇലക്ട്രോൺ ഉണ്ടല്ലോ, +6 ഇലക്ട്രോൺ gives 2Cr3++ 7H2O വേണം, 7H2. അത് അങ്ങനെ തന്നെ എഴുതണം. ദെൻ ഓക്സിജന്റെ എണ്ണം ബാലൻസ് ചെയ്യാൻ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണല്ലോ അത്? ഇനി അടുത്തത് ദെൻ അഞ്ചാമത്തെ സ്റ്റെപ്പ് പറയുന്നത്, 5th സ്റ്റെപ്പ്, ഹൈഡ്രജൻ ബാലൻസ് ചെയ്യണം. ഇതേതാ മീഡിയം? അസിഡിക് മീഡിയം ആണ്. അപ്പൊ H+ അയോണിനെ ആഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ആദ്യത്തെ അങ്ങനെ തന്നെ എഴുതി, Fe2+ gives Fe3++ ഇലക്ട്രോൺ. ഇനി അടുത്തത് Cr2O7 2- +6 ഇലക്ട്രോൺ പ്ലസ്. നോക്കൂ, ഇവിടെ 14 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ ഇവിടെ 14 ഹൈഡ്രജൻ വേണം. സോ 14H+ gives 2Cr3+ +7H2O. അപ്പൊ അതും കിട്ടി. ദെൻ ഓക്കെ, ഹൈഡ്രജൻ ബാലൻസ് ചെയ്തു H+ അയോൺ വെച്ചിട്ട് ആസിഡ് മീഡിയം ആയതുകൊണ്ട്. ഇനി 6th സ്റ്റെപ്പ് പറയുന്നത് ഇലക്ട്രോൺസിന്റെ എണ്ണം ഈക്വൽ ആക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ദെൻ ഈക്വൽ, ഇവിടെ ലോസും ഗെയിനും ഈക്വൽ ആക്കണം. എങ്ങനെ ലോസും ഗെയിനും ഈക്വൽ ആക്കുക? ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 6 കൊണ്ട്. അപ്പോൾ ഇവിടെ 6 ഇലക്ട്രോൺ, 6 ഇലക്ട്രോൺ, അത് ഓരോ കേസിലും ഡിഫറെന്റ് ആയിരിക്കും. എന്നിട്ട് ആഡ് ചെയ്യുക. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവുക? 6 Fe2+ പിന്നെ Cr2O7 2- +6 ഇലക്ട്രോൺ +14H+ gives
6Fe3 പ്ലസ് 6 ഇലക്ട്രോൺ പ്ലസ് 2Cr3 പ്ലസ് 7H2O. ഇതായിരിക്കും നമ്മളെ ഇക്വേഷൻ. 6 ഇലക്ട്രോൺ ക്യാൻസൽ ചെയ്ത് പോയി. ഇതായിരിക്കും നമ്മളെ ബാലൻസ്ഡ് ഇക്വേഷൻ. അതെങ്ങനെ ചെക്ക് ചെയ്യുന്നിട്ട് ആറ്റംസ് നോക്കുക. 6Fe 2 ക്രോമിയം then 14 ഹൈഡ്രജൻ 7 ഓക്സിജൻ ഇവിടെ 7 ഓക്സിജൻ ബാലൻസ്ഡ് ആണ്. ആറ്റംസ് മാത്രം ബാലൻസ് ചെയ്താൽ പോരാ, ചാർജ് കൂടി ബാലൻസ് ചെയ്യണം. 6 × 2 12 പ്ലസ് ഇവിടെ 2 മൈനസ് അപ്പൊ എത്രയായി 10 പ്ലസ് ആയി. പിന്നെ 14 പ്ലസും അപ്പൊ 24 പ്ലസ് ആയി. ഇപ്പുറത്ത് 6 × 3 പ്ലസ് എത്ര വരുന്നത് ദെൻ 18 പ്ലസ് 6 പ്ലസ് അപ്പൊ 24 പ്ലസ്. ശരിയല്ലേ? അത് അപ്പുറത്തും ഇപ്പുറത്തും ചാർജും ഈക്വൽ ആവണം. ക്ലിയർ ആണോ പറഞ്ഞത്? നോക്കോ, ഒന്നുകൂടി ഞാൻ പറയാം എങ്ങനെയാണ് ഇത് ബാലൻസ്. ഇത് വളരെ എളുപ്പമാണ്, ചെയ്ത് പഠിച്ചാൽ സിമ്പിളാണ്. മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതിന് പ്രതീക്ഷിക്കാം. അപ്പൊ നോക്കിക്കോ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ സ്റ്റെപ്പ് 1 ഓക്സിഡേഷൻ നമ്പർ ഓരോ എലമെന്റിനും കൊടുത്തു. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതിന് 2 ഹാഫ് റിയാക്ഷൻസ് ആക്കി മാറ്റി, ഓക്സിഡേഷനും റിഡക്ഷനും. അതിൽ ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഉള്ള ആളെ ബാലൻസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറ ഓക്സിഡേഷൻ നമ്പറിലെ ചേഞ്ച് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോൺസിനെ ആഡ് ചെയ്തു. ഓക്കെ, നാലാമത്തെ സ്റ്റെപ്പിൽ അടുത്തെന്താ കൊടുക്കുന്നത്? ഓക്സിജൻ ബാലൻസ് ചെയ്തു വാട്ടർ ആഡ് ചെയ്തിട്ട്. അടുത്ത സ്റ്റെപ്പിൽ ഹൈഡ്രജൻ ബാലൻസ് ചെയ്തു H+ അയോൺ ഉപയോഗിച്ചിട്ട്, ആസിഡ് മീഡിയ ആയതുകൊണ്ട്. ബേസിക് മീഡിയത്തിൽ വേറെ സ്റ്റെപ്പാണ്, നമുക്ക് നോക്കാം. ഇനി അടുത്തത് ഇലക്ട്രോൺസിന്റെ എണ്ണം ഈക്വൽ ആക്കി എന്നിട്ട് അതിനെ ആഡ് ചെയ്തു. അപ്പൊ നിങ്ങളെ നെറ്റ് റിയാക്ഷൻ ബാലൻസ്ഡ് ആയിരിക്കും. കണ്ടീഷൻ അതൊന്ന് ചെക്ക് ചെയ്യാം. ആറ്റംസും അതേപോലെ ചാർജും ബാലൻസ്ഡ് ആണോ എന്നും കൂടി ചെക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, അപ്പൊ ഇതാണ് റിഡോക്സ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് ബാലൻസ് ചെയ്യുന്ന. ഏത് ടേംസിലാണ്? ഓക്സിഡേഷൻ നമ്പർ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ബാലൻസ് ചെയ്തത്. ഒന്നും കൂടി ഇത് ചെയ്ത് പഠിക്കുക, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. മക്കളെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം നമുക്ക് ബാലൻസിങ് റിഡോക്സ് റിയാക്ഷന്. നോക്കൂ, എക്സാമ്പിൾ ഇതാണ്. സെക്കൻഡ് എക്സാമ്പിൾ എടുക്കുന്നത് MnO4 മൈനസ് പ്ലസ് I മൈനസ് ഗീവ്സ് MnO2 പ്ലസ് I2. കണ്ടീഷൻ ഉണ്ട് ബേസിക് മീഡിയ കേട്ടോ, ബേസിക് മീഡിയം, ആസിഡ് മീഡിയം അല്ല, ബേസിക് മീഡിയം. ഇതാണ് നമ്മളെ ഇക്വേഷൻ MnO2 പ്ലസ് I2. ഇതിന് വേണമെങ്കിൽ നമുക്ക് പറയാം പൊട്ടാസ്യം പെർമാംഗനേറ്റിലുള്ള പെർമാംഗനേറ്റ് ആണിത്. ഇത് അയോഡൈഡ്, MnO2ഉം അയോഡിനുമായിട്ട് മാറുന്നു. ഓക്കെ, നോക്കൂ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്സ്. ഒന്നാമത്തെ ഓർമ്മ ഉണ്ടോ മക്കളെ? ഓക്സിഡേഷൻ നമ്പർ കൊടുക്കാനാ പറയുന്നത്. എങ്ങനെ ഓക്സിഡേഷൻ നമ്പർ കൊടുക്കുക? ഞാൻ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എഴുതാം. ഫസ്റ്റ് 1 MnO4 മൈനസ് പ്ലസ് I മൈനസ് ഗീവ്സ് MnO2 പ്ലസ് I2. ശ്രദ്ധിക്കേ, ദെൻ MnO4 മൈനസിൽ ഓക്സിജന് -2 എന്ന് കൊടുത്തു. അപ്പൊ മാംഗനീസിന് എത്ര ആയിരിക്കും? X -8 ഈക്വൽ ടു -1 ആണ്, +7 ആണ്. I മൈനസിൽ -1 ആണ്, -2 + 4. ദെൻ അയോഡിന് 0 ആണ്. ഡൗട്ട് ഇല്ലല്ലോ ആർക്കും? ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്ത് പഠിക്കണം കേട്ടോ. അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഇനി ഇതിന് ഓക്സിഡേഷനും റിഡക്ഷനും ഹാഫ് റിയാക്ഷൻ ആക്കി എഴുതണം. ആർക്കാ ഇൻക്രീസ്? ആർക്കാണ്? അയോഡിനാണ്. അപ്പൊ I മൈനസ് എന്തായിട്ടാണ് മാറുന്നത്? പറ. I2 ആയിട്ടാണ് മാറുന്നത്. ഓക്സിഡേഷൻ നമ്പറിൽ എന്താണ്? -1 എന്താണ്? 0 ആയിട്ട് മാറുന്നു. ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഉള്ള ആളെ ബാലൻസ് ചെയ്യണം എന്ന് അവിടെ തന്നെ പറയുന്നുണ്ട്, 2I മൈനസ്. ഇനി ഡിക്രീസ് ആർക്കാണ്? പറ. മാംഗനീസിന്. അപ്പൊ മാംഗനീസ് ഇവിടെ എങ്ങനെയാണ്? MnO4 മൈനസ് ആണ്. ദെൻ അതെന്തായിട്ടാണ് മാറുന്നത്? MnO2 ആയിട്ടാണ് മാറുന്നത്. ദെൻ ഒരു മാംഗനീസ് +7 എന്തായിട്ട് മാറുകയാണ്? +4 ആയിട്ട് മാറുകയാണ്. വേറെ മാറ്റമൊന്നും ഇല്ലല്ലോ. ദെൻ ഒരു മാംഗനീസേ ഉള്ളൂ. അപ്പൊ ആ മാംഗനീസിന്റെ എണ്ണം ബാലൻസ് ചെയ്യണ്ട, ചേഞ്ച് ഉള്ളത് അതിന് മാത്രമാണ്. ഓക്കെ, അത് കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് മക്കളെ ഓർമ്മ ഉണ്ടോ? എന്താ നമ്മൾ പറഞ്ഞത്? ഇലക്ട്രോൺസിന്റെ എണ്ണം ആഡ് ചെയ്യാൻ. എന്തിനാ? ബാലൻസ് ചെയ്യാൻ, ഓക്സിഡേഷൻ നമ്പറിലെ ചേഞ്ച് ബാലൻസ് ചെയ്യാൻ. 2I മൈനസ് എന്തായിട്ടാണ് മാറുന്നത്? I2. എങ്ങനെയാടാ -1 0 ആവൽ? എങ്ങനെയാണ്? ഒരാളെ ലോസ് ചെയ്തിട്ടല്ലേ. അപ്പൊ ഇവിടെ എത്ര ആളുണ്ട്? 2 അയോഡിൻ ഉണ്ട്. അപ്പൊ 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്യണ്ടേ? മക്കളെ മനസ്സിലായില്ല? -1 0 ആകുമ്പോൾ 1 ഇലക്ട്രോണിന്റെ ലോസ്. ഇവിടെ 2 അയോഡൈഡ് ഉണ്ട്. അപ്പൊ 2 ആൾക്കാർക്ക് 2 ഇലക്ട്രോണിന്റെ ലോസ്. ക്ലിയർ അല്ലേ അത്? ഇനി അടുത്ത് MnO4 മൈനസ് എന്തായിട്ടാണ് മാറുന്നത്? MnO2.
ഇവിടെ +7 എങ്ങനെ +4 ആവുക? 3 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യണ്ടേ? സോ 3 ഇലക്ട്രോൺ 3 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു. ക്ലിയർ അല്ലേ? അത് മക്കളെ +7 +4 ആയി മാറുമ്പോൾ 3 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു. ക്ലിയർ ആണ്. ഇനി 4ാമത്തെ സ്റ്റെപ്പ് ശ്രദ്ധിക്കണേ. 4th സ്റ്റെപ്പ് നിങ്ങൾ വീണ്ടും ഒന്ന് ചെയ്ത് നോക്കിയാൽ കിട്ടും അത്. ഇവിടെ ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ അപ്പൊ നമ്മൾ ഈ 2I- gives I2 + 2 ഇലക്ട്രോൺ അതേപോലെ എഴുതി. പക്ഷെ അടുത്ത ഇക്വേഷനിൽ ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 2 ഉള്ളു. അപ്പോൾ ഇവിടെ 2H2O ചേർത്ത് കൊടുക്കണം. അങ്ങനല്ലേ വേണ്ടത് മക്കളെ? MnO4- plus 3 ഇലക്ട്രോൺ വിൽ ഗിവ് MnO2 + 2H2O. ശരിയല്ലേ? ക്ലിയർ അല്ലേ? ഇത് 2H2O. അപ്പൊ അത് കിട്ടി. ഇനി അടുത്തത് 5ാമത്തെ സ്റ്റെപ്പിൽ ഇവിടെ 5th സ്റ്റെപ്പിൽ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യണം. ഇവിടെ ഹൈഡ്രജൻ ഇല്ല, അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എഴുതാൻ പറ്റി I2 + 2 ഇലക്ട്രോൺ. ഇനി അടുത്തത് ദെൻ ഈ കേസിൽ നമ്മളൊന്ന് എഴുതി നോക്കാം. ദെൻ MnO4- plus 3 ഇലക്ട്രോൺ ഗിവ്സ് MnO2 + 2H2O. ഇതാണ് ഇപ്പൊ നിലവിലുള്ളത്. ക്ലിയർ അല്ലേ? നിലവിൽ ഇങ്ങനെയുള്ളത്. ഇനി ഇവിടെ നമുക്ക് ഹൈഡ്രജൻ 4 കുറവുണ്ട്. എങ്ങനെ നമ്മൾ നോക്കുക? ഇതിന് പല മെത്തേഡിൽ പറയാം. ദെൻ ഓക്കെ, പക്ഷേ ആൻസർ ഒക്കെ സെയിം തന്നെ ആയിരിക്കും. ഒരു മെത്തേഡ് ഇങ്ങനെ പറയാം. ഹൈഡ്രജന്റെ കുറവുള്ളത് ഇവിടെയാണ്. ഹൈഡ്രജന്റെ കുറവുള്ളത് അവിടെ അത്രയും വാട്ടർ മോളിക്യൂൾ ചേർക്കുക. ഇവിടെ 4 ഹൈഡ്രജൻ ആണ്, ഇപ്പൊ 4 H2O ചേർത്തു. ഇപ്പുറത്ത് 4 OH- ഹൈഡ്രജൻ ആണ് ഇവിടെ കുറവുള്ളത്. അപ്പൊ ഹൈഡ്രജന് പകരം വാട്ടർ ചേർത്തു, ഇവിടെ OH ചേർത്തപ്പോൾ ശരിയായി. മനസ്സിലായില്ല പറഞ്ഞത്? ഒന്നുകൂടി ഞാൻ പറയാം. എങ്ങനെ നമ്മൾ പറഞ്ഞു നോക്കും? വേറെ മെത്തേഡിൽ പറയുന്നു നോക്കൂട്ടോ. വേറെ മെത്തേഡിൽ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ 4 ഹൈഡ്രജൻ ആണ് കൂടുതലുള്ളത്. അയാൾക്ക് 4 OH കൂടിയാണ് കൊടുക്കുക. 4 OH ബേസിക് മീഡിയത്തിലായതുകൊണ്ട്. അപ്പൊ 4 H2O അധികമായി. അപ്പോൾ ഇവിടെ 4 H2O എന്ന് ചേർക്കാൻ പറ്റിയെന്ന് മനസ്സിലായോ? പറഞ്ഞു മനസ്സിലായില്ല? അല്ലെങ്കിൽ നമുക്ക് വേറെ മെത്തേഡ് ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ മക്കളെ. ശ്രദ്ധിക്കാൻ നോക്കൂ. ഇവിടെ ഞാൻ 4 ഹൈഡ്രജൻ അധികം ഉണ്ട്. ഞാൻ ആസിഡ് മീഡിയ എന്നുള്ള നിലക്ക് 4 H+ ചേർത്തു. പക്ഷെ പിന്നെ മനസ്സിലായത് അത് ബേസിക് മീഡിയ ആണ്. ബേസിക് മീഡിയ ആണെങ്കിൽ ഈ ആസിഡ് ഒക്കെ H+ OH റിയാക്ട് ചെയ്യും. അപ്പൊ ഇയാൾ 4 OH റിയാക്ട് ചെയ്യും. അപ്പൊ ഇവിടെ 4 OH വേണ്ടി വരും. 4 H+ 4 OH കൂടി ചേർന്നാൽ എന്താവും? 4 H2 ആവും. ഈ പറഞ്ഞതൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ ഞാനിത് എളുപ്പമുള്ളത് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊക്കെ പറ്റുന്നത് ഇതായിരിക്കും. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ നോക്കിക്കോ, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ശ്രദ്ധിക്കുക. ഹൈഡ്രജന്റെ കുറവുള്ളടത്ത് ഇവിടെ 4 ഹൈഡ്രജൻ അധികം, ഇവിടെ ഹൈഡ്രജന്റെ കുറവ്. അത്രയും വാട്ടർ മോളിക്യൂൾ ചേർക്കുക. ഹൈഡ്രജന്റെ കുറവുള്ളടത്ത് അത്രയും വാട്ടർ മോളിക്യൂൾ. ഓപ്പോസിറ്റ് സൈഡിൽ അത്രയും OH-, 4 OH-. ക്ലിയർ ആയി തോന്നുന്നു? ഹൈഡ്രജന്റെ കുറവുള്ളടത്ത് അത്രയും വാട്ടർ മോളിക്യൂൾ, ഓപ്പോസിറ്റ് സൈഡിൽ അത്രയും OH-. ഇനി നമ്മൾ ഇലക്ട്രോണിന്റെ എണ്ണം ഈക്വൽ ആക്കണം. എങ്ങനെ ഇലക്ട്രോണിന്റെ എണ്ണം ഈക്വൽ ആക്കുക? ശ്രദ്ധിക്കുക. ഇവിടെ 2 ഇലക്ട്രോണിന്റെ ലോസ് ആണ്, ഇവിടെ 3 ഇലക്ട്രോണിന്റെ ഗെയിൻ ആണ്. അപ്പൊ ഇത് നമ്മൾ ഈക്വൽ ആക്കാൻ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ രണ്ടും ഒക്കെ 6 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ നോക്കൂ, 6I- പ്ലസ് എന്നിട്ട് ആഡ് ചെയ്യുക പ്ലസ്. പിന്നെ ഇവിടെ 2 ഉണ്ട്, 2 MnO4- പ്ലസ് 6 ഇലക്ട്രോൺ പ്ലസ് 8 H2O gives then ഇനി ഇവിടെ 3I2 പ്ലസ് 6 ഇലക്ട്രോൺ പ്ലസ് ഇനി ഇവിടെ 2 MnO2 പ്ലസ് 4 H2O പ്ലസ് 8 OH-. ഇവിടെ നോക്കൂ, 6 ഇലക്ട്രോണും കട്ട് ചെയ്ത് പോയി. ഇനി എന്തൊക്കെയുള്ളത്? ഇവിടെ 8 H2O ഉണ്ട്, ഇവിടെ 4 H2O ഉണ്ട്. ക്യാൻസൽ ചെയ്യാം, ഇവിടെ ബാക്കി 4 H2O ഉണ്ടാവും. അപ്പൊ ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. 6 അയോഡിന്, ഇവിടെ 6 അയോഡിന്, 2 മാംഗനീസ്, 2 മാംഗനീസ്, then 8 ഓക്സിജൻ പ്ലസ് 4 ഓക്സിജൻ, 12 ഓക്സിജൻ. ഇവിടെ 8 + 4 12 ഓക്സിജൻ. ഇവിടെ 8 ഹൈഡ്രജൻ, 8 ഹൈഡ്രജൻ. ഇനി ചാർജ് നോക്ക്. then 6I- then plus then 2-. അപ്പൊ എത്ര? 8- ആയി. ഇവിടെ എത്രയായി? 8-. അപ്പൊ ചാർജും ബാലൻസ്ഡ് ആണ്. ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് സിമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കുക. 1-2 പ്രാവശ്യം ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതാണ് ബാലൻസിങ് റിഡോക്സ് റിയാക്ഷൻ എന്നുള്ളതിൽ ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. എന്താ ഞാൻ ചെയ്തത് ഒന്നും കൂടി ഞാൻ പറയാണ്. ഇത്രയേ ഉള്ളൂ. ആദ്യം ഓക്സിഡേഷൻ നമ്പർ കൊടുക്കാം. എന്നിട്ട് ഇൻക്രീസും ഡിക്രീസും ഓക്സിഡേഷൻ നമ്പർ ഉള്ള ആളെ കണ്ടെത്തിയിട്ട് 2 ഹാഫ് റിയാക്ഷൻ ആക്കി മാറ്റുക. അതിൽ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ഉള്ള ആളെ ബാലൻസ് ചെയ്യുക. അടുത്ത എന്താണ്? ഇലക്ട്രോൺസിന് ആഡ് ചെയ്യുക ഓക്സിഡേഷൻ നമ്പറിലെ ചേഞ്ച് മേക്കപ്പ് ചെയ്യാൻ. പിന്നെ അടുത്തെന്താ പറയുന്നത്? അടുത്തത് ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ, ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി വാട്ടർ ആഡ് ചെയ്തു. ഇവിടെ 4 എണ്ണം, ഇവിടെ 3 2 ഉള്ളൂ, അപ്പോൾ 2 H2O. പിന്നെ അടുത്തത്
ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുക. ബേസിക് മീഡിയ ആയതുകൊണ്ട് ഹൈഡ്രജന്റെ കുറവുള്ളവർക്ക് അത്രയും വാട്ടർ മോളിക്യൂൾ, ഓപ്പോസിറ്റ് സൈഡിൽ അത്രയും OH മൈനസ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രോൺസിന്റെ എണ്ണം ഈക്വലൈസ് ചെയ്തു, ആഡ് ചെയ്തു. എന്നിട്ട് എലമെന്റ്സും അതേപോലെ ചാർജൊക്കെ നോക്കി ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ ഇത്രയാണ് റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യാനുള്ള ഹാഫ് റിയാക്ഷൻ എന്നുള്ള മെത്തേഡ്. ക്ലിയർ ആണല്ലോ ഇത് മക്കളെ? ചെയ്ത് പഠിക്കട്ടോ. അത് ശ്രദ്ധിക്കണേ. നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ ഫോക്കസ് പോയിന്റ് ആണ് പറഞ്ഞത്. ഞാൻ ഓക്സിഡേഷൻ റിഡക്ഷൻ എന്താന്നുള്ള ജസ്റ്റ് ആദ്യം പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ ഡിഫൈൻ ചെയ്യുക, എങ്ങനെയാണ് അതൊരു എലമെൻറ്റിൻ്റെ കണ്ടുപിടിക്കുക എന്നുള്ളത് പറഞ്ഞു. അതൊരു ക്വസ്റ്റ്യന് വരാൻ സാധ്യത ഉണ്ട്. പിന്നെ ഓക്സിഡേഷനും റിഡക്ഷനും എങ്ങനെ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ വെച്ച് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് അത് നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഓക്സിഡേഷൻ നമ്പറിൽ ഇൻക്രീസ് ഉള്ള പ്രോസസ് ഓക്സിഡേഷൻ ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ഉള്ള സബ്സ്റ്റൻസ് എന്താണ്? റെഡ്യൂസിങ് ഏജന്റ് ആണ്. അത് നന്നായിട്ട് അങ്ങനെ പഠിച്ചു വെക്ക്. ദെൻ ഓക്സിഡൈസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് റെഡ്യൂസിങ് ഏജന്റും, റെഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഓക്സിഡൈസിങ് ഏജന്റും. അത് ക്ലിയർ ആക്കി വെക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം. 2 ദെൻ ഓക്സിഡേഷനും റിഡക്ഷനും ആ ഓക്സിഡേഷൻ നമ്പറിൻ്റെ ബേസിൽ അതിൻ്റെ ഡെഫിനേഷൻ ചോദിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാനുള്ള ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ആണ്. ദെൻ ഓക്കെ ടൈപ്സിൽ എക്സാമ്പിൾ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ റിഡോക്സ് റിയാക്ഷൻ ആണോ ചെക്ക് ചെയ്യാൻ പറയും. എങ്ങനെ ചെക്ക് ചെയ്യുക? ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഉണ്ടോ നോക്കിയാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാലൻസിങ് റിഡോക്സ് ഇക്വേഷൻ, അതൊരു ക്വസ്റ്റ്യൻ വരാം. പിന്നെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ. ഞാൻ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷന് കുറച്ച് എക്സാമ്പിളേ പറഞ്ഞുള്ളൂ. ഇനി ടെക്സ്റ്റിലുണ്ട്, നന്നായിട്ട് പഠിച്ചോണം അത്. ഓക്കെ, പിന്നെ ബാലൻസ് ചെയ്യാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി നമുക്ക് നമ്മളെ ചാപ്റ്ററിൽ ചെറിയൊരു ടോപ്പിക്ക് ചിലപ്പോൾ ചോദിച്ചെങ്കിലോ എന്നുള്ളതൊക്കെ പറയാണ്. സ്റ്റോക്ക് നൊട്ടേഷൻ. ഈ സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. FeO എന്നുള്ള കോമ്പൗണ്ട് നമ്മൾ എങ്ങനെ അറിയാം? Fe ഇതിന്റെ ബ്രാക്കറ്റിൽ ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റോമൻ ന്യൂമറലിൽ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈ മെത്തേഡിനെ പറയുന്ന പേരാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. അപ്പോൾ നമുക്ക് Tl2O താലിയം ഓക്സൈഡ് എങ്ങനെ എഴുതാറ്? Tl2 ദെൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് 1 ആയിരിക്കും, റോമൻ ന്യൂമറൽ Tl2O. Fe2O3 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? Fe2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 ദെൻ അയൺ Fe2O3. ഇങ്ങനെ ദെൻ SnCl4 സ്റ്റാനിക് ക്ലോറൈഡ് ആണ്. Sn ബ്രാക്കറ്റിൽ +4 Cl4 ആണെങ്കിൽ ദെൻ SnCl4. SnCl2 ആണെങ്കിൽ ഇവിടെ 2 ഉണ്ടാവുള്ളൂ. പ്രിയപ്പെട്ട കുട്ടികളെ, റിഡോക്സ് റിയാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ ഫോക്കസ് പോയിൻ്റാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ വേണ്ട ആൾക്കാർ നിങ്ങൾ NCERT ടെക്സ്റ്റ് നോക്കി നന്നായിട്ട് വായിച്ചോണം. ഈ പാർട്ടിൽ നിന്ന് ഫോക്കസ് പോയിന്റിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്സിഡേഷൻ നമ്പർ ഡെഫിനിഷനിൽ അപ്പുറം നമ്മളോട് ചോദിക്കാം. ഒരു എലമെൻറ്റ്, അതൊരു കോമ്പൗണ്ടിലെ എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അത് ചെയ്ത് പഠിച്ചോണം. അതേപോലെ ചെറിയ ചില പോയിന്റ്സ് ഉണ്ട്. -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രം കാണിക്കുന്ന ആരാണ്? ഫ്ലൂറിന്. കാരണം മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻറ്റ് നോട്ട് ചെയ്ത് വെക്കണം. OF2ൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. പക്ഷേ ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവിടെ ചോദിക്കാറുണ്ട്, -1 ആണ്. പെറോക്സൈഡിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -½ ആണ്. അതൊക്കെ ശ്രദ്ധിച്ചേക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓക്സിഡേഷനും റിഡക്ഷനും, ഓക്സിഡൈസിങ് ഏജൻറ്റ്, റെഡ്യൂസിങ് ഏജൻറ്റ് എന്താണ്, ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യുക, അത് ചോദിക്കലുണ്ട്. നന്നായി ശ്രദ്ധിക്കുക. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ് ഓക്സിഡേഷൻ ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്ത സബ്സ്റ്റൻസ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അത് വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണ്, റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. നിങ്ങൾക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് പറയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബാലൻസിങ് റിഡോക്സ് ഇക്വേഷൻ. അതിനു മുമ്പ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ എക്സാമ്പിൾ ചോദിക്കാം. എന്താണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് ചോദിക്കാം. അതേപോലെ ബാലൻസിങ് റിഡോക്സ് റിയാക്ഷന് നമ്മൾ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് നമ്മൾ പഠിച്ചു. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചോണം. അതേപോലെ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഞാൻ പറഞ്ഞു. കാൽസ്യം കാർബണേറ്റിൻ്റെ ഡീകമ്പോസിഷൻ റിഡോക്സ് റിയാക്ഷൻ അല്ല. KClO3 ഡീകമ്പോസിഷൻ എന്തുകൊണ്ട് റിഡോക്സ് റിയാക്ഷൻ ആയി, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. ലാസ്റ്റ് സ്റ്റോക്ക് നൊട്ടേഷനും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതും എക്സാമിനേഷന് ചോദിക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ചേക്കുക. നന്നായിട്ട് നോക്കിയാൽ ഈ റിഡോക്സ് റിയാക്ഷൻ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഒരു പ്രയാസമില്ലാത്ത ചാപ്റ്ററാണ്. നന്നായിട്ട് പഠിക്കുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.